ഹലോ മൈഡിയേഴ്സ്, അപ്പോൾ വളരെ വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും മെഡിസിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ ഒന്നാമത്, ഓൾമോസ്റ്റ് ആൾക്കാരും മരുന്നിനെ ആശ്രയിക്കുന്നവരാണ് അല്ലേ. മരുന്ന് കഴിക്കാത്തവർ വളരെ കുറവായിരിക്കും. കൂടുതൽ ആൾക്കാരും മരുന്ന് കഴിക്കുന്നവരായിരിക്കും. പക്ഷേ മരുന്ന് കഴിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് റെഗുലറായിട്ട് ഇപ്പോൾ ഒരു അസുഖത്തിന്, ഡയബറ്റിക്കിനോ അല്ലെങ്കിൽ കൊളസ്ട്രോളിനോ അങ്ങനെയൊക്കെ സ്ഥിരമായി കഴിക്കുന്നവർക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതല്ലാതെ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് എടുക്കുന്നത്, ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ഗ്യാസ് കയറി, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പനി വന്നു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് പല്ലുവേദന, തലവേദന, ബോഡി പെയിൻ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് ഏത് നിമിഷവും കടന്നു വരുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു മരുന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ തന്നെ നമ്മൾ ഒന്നുകിൽ ആരെങ്കിലും വിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിപ്പിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് പോയി വാങ്ങും, അല്ലെങ്കിൽ നമ്മൾ ഡെലിവറിയെ ആശ്രയിക്കും. അപ്പോൾ ഒന്നാമത്, ഡെലിവറി ആശ്രയിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള പല്ലുവേദനയോ അല്ലെങ്കിൽ തലവേദനയോ ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഡെലിവറിക്കായിട്ട് വിളിക്കുമ്പോൾ അവിടെ കോൾ എടുക്കുന്നവർക്ക് ആ മരുന്നിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വെറും 10 രൂപയോ അല്ലെങ്കിൽ ഒരു 30 രൂപയോ അത്രയ്ക്ക് താഴെയായിരിക്കും. സോ ഒരു ഡെലിവറി ആ സമയത്ത് അവൈലബിൾ ആയിട്ട് അവർ പറയില്ല. കാര്യം ഇത്ര എമൗണ്ട് ഉണ്ടാവും, ഇത്ര കിലോമീറ്റർ ഉണ്ടാവും. കാര്യം നഷ്ടമാണത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അപ്പോഴത്തേക്കും എത്തിച്ചു തരാൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് എത്തിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വാങ്ങി കഴിക്കുന്ന മരുന്നിൻ്റെ ഡബിൾ ഇരട്ടി ചാർജ് നമ്മൾ കൊടുത്തു വേണം അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള, ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ ഇപ്പോൾ ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലെ എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസ് എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റും അതുപോലെ തന്നെ അത് കഴിക്കേണ്ട രീതിയും എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് എയ്ഡിലേക്ക് പോവാം. അതായത് ടാബ്ലറ്റിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും വരാവുന്ന കുറച്ച് അസുഖങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് തലവേദന, പല്ലുവേദന, ഫീവർ, ബോഡി പെയിൻ, മോഷൻ സിക്നസ്, അതായത് മോഷൻ പോവാതിരിക്കുക, വയറുവേദന, ഗ്യാസ്ട്രൈറ്റിസ്, ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് നമുക്ക് എപ്പോഴും വരാൻ ചാൻസ് ഉള്ളത്. ഇതിന് ടൈമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും വരാം. കാര്യം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഒരു ഫുഡ് ചിലപ്പോൾ നമുക്ക് വയറിന് ഡിസ്റ്റർബ് ഉണ്ടാക്കുന്നത് രാത്രി നമ്മൾ കിടക്കാൻ നേരത്തായിരിക്കും, ഒരു 9:30, 10, 11, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി ഒരു 12 മണി അല്ലെങ്കിൽ അർദ്ധരാത്രിയൊക്കെ ആയിരിക്കും നമുക്ക് വയറിന് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ പാതിരാത്രി നമുക്കൊരു ഡോക്ടറെ കാണാൻ പോകാനോ അല്ലെങ്കിൽ നമുക്ക് ആ സമയം ഒന്ന് കടന്നു കിട്ടാനോ ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് അതിന് വേണ്ടപ്പെട്ട ഒരു മെഡിസിൻ കിട്ടുവാണെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. മാറിയില്ലെങ്കിൽ നമുക്ക് നേരം വെളുക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അതിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേദനയുടെ സംഭവങ്ങളിലേക്ക് പോകാം. അപ്പോൾ വേദന എന്ന് പറഞ്ഞാൽ, തലവേദനയ്ക്കാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കേണ്ട അത്യാവശ്യം മരുന്നെന്ന് പറയുന്നത്, നമ്മൾ നോർമലി തലവേദനയ്ക്ക് എല്ലാവരും കഴിക്കാറുള്ളത് ഡാർട്ട്, ട്രൈമോള്, അങ്ങനെയൊക്കെയുള്ള, അതായത് സാരിഡോൺ, ക്രോസിൻ, അങ്ങനെയൊക്കെയുള്ള ടാബ്ലറ്റുകളാണ് നമ്മൾ തലവേദനയ്ക്ക് വേണ്ടി സൂക്ഷിക്കുക. ഇതിൻ്റെ ഒരു 2, 3 അല്ലെങ്കിൽ 5 ടാബ്ലറ്റ്, ഇതെല്ലാം വേണ്ട. ഡാർട്ടാണെങ്കിൽ ഡാർട്ട്, ട്രൈമോൾ ആണെങ്കിൽ അങ്ങനെ, സാരിഡോൺ ആണെങ്കിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു തലവേദനയുടെ ഗുളിക, ഈവൻ ഇനി മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിൽ മൈഗ്രാനിലോ, ഭയങ്കര മൈഗ്രെയിൻ കൂടുതലുള്ളവരാണെങ്കിൽ നാക്സ്ഡോം അല്ലെങ്കിൽ നാപ്രോസിൻ, അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു ടാബ്ലറ്റിൻ്റെ 2, 3, ഈവൻ ഹെഡ്സെറ്റ്, അങ്ങനെയൊക്കെയുള്ള ടാബ്ലറ്റ് 2, 3 നിങ്ങൾ സൂക്ഷിക്കുക. എപ്പോഴും നിങ്ങൾ വച്ചേക്കണം. ഓക്കെ. അപ്പോൾ തലവേദനയുടെ കാര്യത്തിൽ പിന്നെ ഇത് കഴിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എപ്പോഴും വെറും വയറ്റിലൊന്നും ഈ തലവേദനയുടെ ഗുളിക കഴിക്കാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷമായിരിക്കണം ഇത് കഴിക്കേണ്ടത്. ഇനി മാത്രമല്ല, ഇതിന് ടൈമുണ്ട്. ഇപ്പോൾ ഒരെണ്ണം കഴിച്ചു, ചിലപ്പോൾ തലവേദന മാറാൻ കുറച്ച് ടൈം എടുത്തെന്നിരിക്കും. അടുത്ത ഉടനെ 2, 3 മണിക്കൂറിന് ശേഷം നിങ്ങൾ ഒരിക്കലും അത് കഴിക്കരുത്. ഒരു 8 മണിക്കൂറെങ്കിലും കഴിഞ്ഞല്ലാതെ വീണ്ടും അടുത്ത ഒരു ടാബ്ലറ്റ് കഴിക്കാൻ പാടില്ല. ആ മരുന്നിൻ്റെ പവറിന് നിങ്ങൾ ടൈം കൊടുക്കുക. പലരും ഇത് അറിഞ്ഞൂടാതെയൊക്കെയാണ് പെയിൻ കില്ലർ കഴിക്കാറുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ തലവേദനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടേ, പറഞ്ഞു വന്നിട്ടുണ്ടേ. ഇനി നെക്സ്റ്റ് നമുക്ക് വയറുവേദനയിലേക്ക് പോകാം. വയറുവേദന എന്ന് പറയുന്നത് നമുക്ക് പല തരത്തിലായിരിക്കും അല്ലേ. ഒന്നുകിൽ ഗ്യാസ് കയറിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും, അപ്പൻഡിസൈറ്റിസോ ഹെർണിയ, അങ്ങനെയൊക്കെയുള്ള രോഗം, അങ്ങനെയൊക്കെയുള്ള അസുഖം വന്നിട്ടൊക്കെയുള്ള വേദനയായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെയൊക്കെയുള്ള വേദന ആണെങ്കിൽ ഭയങ്കര ഡീപ്പ് പെയിൻ ആയിരിക്കും. അല്ല, നോർമലായിട്ട് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഗ്യാസ് കയറിയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു ഗ്യാസിൻ്റെ ഗുളിക എപ്പോഴും സൂക്ഷിക്കണം. അപ്പോൾ കൂടുതൽ നോർമലി ജനറിക് ആയിട്ട് ഗ്യാസിന് പോകുന്ന, ഗ്യാസ്ട്രൈറ്റിസിന് കഴിക്കുന്ന ഗുളിക എന്ന് പറയുന്നത് ഒമിപ്രസോളാണ്.
റാബിപ്രസോളോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു 2-3 മതി കേട്ടോ. ഒരുപാടൊന്നും വെക്കേണ്ട, 2-3 ഗുളിക എപ്പോഴും നമ്മളെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ഇതിൽ നമുക്ക് ഒരു നഷ്ടവും വരാനില്ല. പക്ഷെ നമ്മളത് വന്നു കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ അനുഭവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും. പിന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അല്ലേ, എന്തായാലും കഴിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഭക്ഷണത്തിന് മുന്നേ കഴിക്കേണ്ട ഗുളികയാണ് ഇത്. പക്ഷെ അപ്പം നമുക്ക് എന്തായാലും കഴിച്ചിട്ടുണ്ടോ, അപ്പം നിങ്ങൾ എന്തായാലും അതിനൊരു ടാബ്ലറ്റ് എന്തായാലും കഴിക്കണം. പക്ഷെ നെക്സ്റ്റ് നിങ്ങൾ കഴിക്കണം. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു 2-3 നേരമൊക്കെ കഴിച്ചാലായിരിക്കും ഈ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ വേദനയൊക്കെ ഒന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ നെക്സ്റ്റ് കഴിക്കുമ്പോൾ ½ അവർ ബിഫോർ ഫുഡ് മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. ഇനി ഇത് കഴിച്ചിട്ടും നിങ്ങൾക്ക് സ്റ്റിൽ ഗ്യാസ് മാറുന്നില്ല, നിങ്ങൾക്ക് വേദനയാണ് എന്നുണ്ടെങ്കിൽ സഡൻ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം. കാരണം അത് പെട്ടെന്ന് മാറാത്ത എന്തോ അസ്വസ്ഥതയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം, ശ്രദ്ധിക്കുക. ഇത് നിസ്സാരമായി കാണരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസ്ട്രൈറ്റിസ് വരുന്നവരും ഇതുപോലെ ടാബ്ലറ്റ് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറെ കാണുക തന്നെ വേണം. അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലായി. ഇനി വോമിറ്റിംഗ് ആണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ കഴിച്ച ഫുഡ് നമുക്ക് പിടിച്ചില്ല, കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ വോമിറ്റിങ്ങിൻ്റെ ഒരു ടാബ്ലറ്റ് എമിസെറ്റ്, ഓണ്ടാനിസിട്രോൺ ആണ് നമ്മൾ സ്വാഭാവികമായിട്ട് കഴിക്കുന്നത്. 2 നേരം കഴിക്കാം. അതും അതുപോലെ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക, വീട്ടിൽ വച്ചേക്കുക. അതുപോലെ തന്നെ നമുക്ക് ലൂസ് മോഷൻ വന്നാലും റെയ്സിക് ആഡാട്രൽ, റിഡോട്ടിലോ അല്ലെങ്കിൽ റെയ്സിക് ആഡാട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്സ്യൂളുണ്ട്. അത് ഒരു 2 വെച്ചിരുന്നാൽ പെട്ടെന്ന് നല്ല ആശ്വാസമായിരിക്കും. അതുപോലെ ലോപ്പിറാമൈഡ് 2 ടാബ്ലറ്റ് ഫസ്റ്റ് ടൈം നമ്മൾ ലൂസ് മോഷന് വേണ്ടി കഴിക്കുമ്പോൾ 2 ടാബ്ലറ്റ് ഒന്നിച്ച് കഴിക്കണം. പിന്നെ കഴിക്കുമ്പോൾ വേണമെങ്കിൽ മാത്രം 1 വീതം 2 നേരം കഴിക്കാം. അപ്പോൾ അതും അതുപോലെ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക. ഇത് അപ്പം വയറ് സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങളുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ. അതായത് വോമിറ്റിംഗ് ആണെങ്കിലും ലൂസ് മോഷൻ ആണെങ്കിലും ഗ്യാസ്ട്രൈറ്റിസ് അതിനൊക്കെ ഇതുപോലെയാണ്. അപ്പം മരുന്നും ഈ പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, വോമിറ്റിംഗ് ആണെങ്കിൽ ഓണ്ടാനിസിട്രോൺ ടാബ്ലറ്റ് 2 നേരം കഴിക്കാം, വാങ്ങി വെച്ചേക്കുക. അതുപോലെ തന്നെ ലൂസ് മോഷൻ ആണെങ്കിൽ, ചെറുതായിട്ടുള്ള ലൂസ് മോഷൻ ആണെങ്കിൽ ലോപ്പിറാമൈഡ് മാത്രം മതി, അത് വാങ്ങി വെച്ചേക്കുക. ഇനി അഥവാ ഗ്യാസ്ട്രൈറ്റിസ് ആണെങ്കിൽ ഒമിപ്രസോള്, പിന്നെ ഏതാണെങ്കിലും പാൻഡോപ്രസോളോ റാബിപ്രസോളോ ഏതെങ്കിലും വാങ്ങി വെച്ചേക്കുക. ബിഫോർ ഫുഡ് കഴിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ലൂസ് മോഷൻ ഒത്തിരി കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. ORSൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ ORSൻ്റെ പൗഡറോ വീട്ടിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും, കലക്കി കുടിച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ ഇപ്പം ഭയങ്കരമായിട്ട് ഗ്യാസ് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഈനോ അത് കലക്കി കുടിക്കാവുന്ന ഒന്നാണ്. ഇതൊന്നും തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണ ഒന്നല്ല കേട്ടോ, എമർജൻസി ആണ് ഞാൻ പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഫീവറിലേക്ക് പോകാം അല്ലേ. എപ്പോഴും നമ്മളെ തേടിയെത്തുന്ന ഒന്നാണ് ഫീവർ എന്ന് പറയുന്നത്. പറയാൻ പറ്റത്തില്ല, പെട്ടെന്നായിരിക്കും നമുക്ക് പനിച്ച് അങ്ങ് പൊരിയുന്നത്. അപ്പോൾ പാരസെറ്റമോൾ പനി തുടങ്ങുമ്പോൾ തന്നെ ഇത് ഇനി വെച്ച് കൂട്ടണ്ട, വേഗം തന്നെ ഡോളോ 650 എടുത്തങ്ങ് കഴിച്ചേക്കാം, ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഏറെയും. ഒരിക്കലും പാടില്ല. നമുക്ക് പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പാരസെറ്റമോൾ 500 സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മൾ 650 mg അനാജസിക്ക് കൂടിയാണ്, നമ്മൾ അത്ര പവറായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഒന്ന് വെയിറ്റും ചെയ്യണം. പെട്ടെന്ന് പനി വന്നു എന്ന് വെച്ച് നിങ്ങൾ ചാടിക്കേറി ഈ ഗുളിക കഴിക്കാനായിട്ട് നോക്കരുത്. അത് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യണ കാര്യമല്ല. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പനി നിങ്ങൾക്ക് അത് തന്നെ മാറാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 500 mg ഒരു 3 നേരമോ 2 നേരമോ എടുക്കുക. അത് വളരെ കുറഞ്ഞൊരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് അതിലും മാറുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പനി വരികയാണ് അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം പാരസെറ്റമോൾ 650 mg 2 നേരമോ 3 നേരമോ എടുക്കുക. ഓക്കെ, അത് അധിക ദിവസം നീട്ടിക്കൊണ്ട് പോകരുത്. പനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. ബോഡി പെയിനും പനിക്കും. അപ്പോൾ പനിയുടെ കാര്യത്തിൽ വളരെയധികം കാര്യം, പാരസെറ്റമോൾ ഓവറായിട്ട് കഴിക്കാൻ പാടില്ല, അത് നമ്മുടെ അവയവങ്ങളെ ബാധിക്കും. അത് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇനി നെക്സ്റ്റ്, അപ്പോൾ പനിയുടെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മളെ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് ടൂത്തേക്ക്, പല്ലുവേദന. അപ്പോൾ പല്ലുവേദന എന്ന് പറയുന്നതിൽ വേറൊരു വലിയൊരു സത്യമുണ്ട്. പല്ലുവേദന ഒരിക്കലും വെറുതെ വരില്ല. പല്ലിന് എന്തെങ്കിലും ഇൻഫെക്ഷനോ കേടുപാടോ വന്നാൽ മാത്രമേ പല്ലുവേദന എന്നൊരു സംഭവം വരുള്ളൂ. അപ്പം നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വേദനയാണ് ശരിക്കും പല്ലുവേദന എന്ന് പറയുന്നത്. നമുക്ക് ഒട്ടും പറ്റത്തില്ല പിടിച്ചു നിൽക്കാൻ. അപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പല്ലുവേദന വന്നാൽ പെയിൻ കില്ലർ വാങ്ങുക, കഴിക്കുക. ഈവൻ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് വരെയും ചോദിച്ച് വാങ്ങി കഴിക്കും. അപ്പോൾ ആ സമയത്ത് ആ വേദന അങ്ങ് മാറി, ആ ഒരു ഇൻഫെക്ഷനൊക്കെ കുറച്ചൊന്ന് മാറി അങ്ങ് നിൽക്കും. പക്ഷേ അവിടെ അത് കേട് വന്ന് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പല്ലിന് ഇപ്പോൾ കേട് വന്നിട്ടാണ് ആ ഒരു വേദന പുറത്തേക്ക് വന്നെങ്കിൽ നമ്മളത് അടക്കി വെച്ചപ്പോൾ എന്ത് പറ്റി? അതവിടെ അടങ്ങിയിരുന്നിട്ട് ബാക്കി പല്ലിനെയും കൂടി ബാക്കി സ്ഥലങ്ങളെയും കൂടി കേടുപാട് ഉണ്ടാക്കുകയാണ്. നിങ്ങൾ സൂക്ഷിക്കുക. അത്
അവസാനം ഗുളികയിൽ നിൽക്കില്ല, വലിയൊരു ട്രീറ്റ്മെന്റിലേക്കാണ് അത് കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ നേരെ ഡെന്റൽ ഡോക്ടറെ കണ്ട് എന്തുകൊണ്ട് ഈ പല്ലുവേദന വന്നു തുടക്കത്തിൽ അത് ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള, നമ്മുടെ ഏറ്റവും വലിയൊരു സംഭവമാണ് നമ്മുടെ പല്ല് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ കട്ടിയുള്ള ഭാഗമാണ് നമ്മുടെ ഇനാമൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സംരക്ഷണം കൊടുക്കേണ്ട ഒന്നാണ് നമ്മുടെ പല്ല് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് പല്ല് വേദനയ്ക്ക് ടാബ്ലറ്റ് വാങ്ങി കണ്ടിന്യൂസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് അത് നിങ്ങൾ കഴിച്ചോ, അപ്പോഴത്തെ സിറ്റുവേഷനോ അല്ല അടുത്ത സിറ്റുവേഷനോ ഒക്കെ നിങ്ങൾ മറികടന്നു. പക്ഷെ പല്ലുവേദന വരുന്നത് എപ്പോഴും എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. ആ കാരണം നിങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പം അതുമായില്ലേ. അപ്പോൾ ഫസ്റ്റ് എയ്ഡിന് വീട്ടിൽ സൂക്ഷിക്കേണ്ട സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി പടിപടിയായിട്ട് പറയാം. തലവേദനയ്ക്ക് ഞാൻ പറഞ്ഞു ഡാർട്ടോ, ട്രൈമോളോ, സാരിഡോണോ, അങ്ങനെ ഒരുപാട് ഗുളികകളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം, ഒരു 2-3 എണ്ണം സൂക്ഷിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് വയറുവേദന. അത് എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും വയറുവേദന. അതിൻ്റെ ടാബ്ലറ്റ്സുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഫീവർ. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നമുള്ളത് അലർജി എന്ന് പറഞ്ഞാൽ സെട്രസിൻ. അതാണ് എല്ലാവർക്കും. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സെട്രസിൻ. നിങ്ങൾ അതെല്ലാം ഭയങ്കര കാര്യമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സെട്രസിൻ വെറുതെ വാങ്ങി കഴിക്കുന്ന കുറേ പേരുണ്ട്. സത്യം, അലർജി ഒന്നും ഇല്ലെങ്കിലും ഒരു സെട്രസിൻ കഴിച്ചേക്കാം എന്ന് തോന്നി കഴിക്കുന്നവരുണ്ട്. കാരണം അതിൻ്റെ പിന്നിൽ വേറെ സംഭവമുണ്ട്. ഈ സെട്രസിൻ കഴിച്ചാൽ എനിക്ക് സുഖമായി ഉറങ്ങാമെന്ന്. വെറുതെയാണ്. അത് മാനസികമായി ആദ്യമേ വിചാരിക്കുന്ന ഒന്നാണ്. അപ്പോൾ മാനസികമായി അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കാണ്, സെട്രസിൻ കഴിച്ചാൽ ഞാൻ ഉറങ്ങും. നമ്മുടെ മനസ്സാണല്ലോ എല്ലാം, മനസ്സ് നിയന്ത്രിക്കുകയാണ്. അപ്പോൾ തന്നെ സെട്രസിൻ കഴിച്ചിട്ട് എനിക്ക് ഉറക്കം വരികയാണ് കേട്ടോ, ഞാൻ ഉറങ്ങുകയാണ്. ഇതാണ് യഥാർത്ഥ സത്യം. അല്ലാതെ സെട്രസിന് നിങ്ങളെ ഉറക്കാനുള്ള മയക്ക് ഗുളികയൊന്നും അല്ല അത്. ശരിക്കും അതൊരു അലർജി ആൻറ്റി ഹിസ്റ്റാമിനാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ തുമ്മലോ ദേഹം പെട്ടെന്ന് ചൊറിഞ്ഞ് പൊട്ടുകയോ അങ്ങനെ ചൊറിച്ചിൽ വരികയോ അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് അത്യാവശ്യം സെട്രസിൻ കഴിക്കാം. അത് ദുരുപയോഗം ചെയ്യാൻ ഒരിക്കലും പാടില്ല. അതുമാത്രമല്ല അതും ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇച്ചിങ് വന്നാൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്തിൻ്റെങ്കിലും അലർജി എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ അതും ഒരു 2-3 എണ്ണം വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്നതാണ് മുറിവ്, പൊള്ളൽ, ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ എപ്പോഴും ഒരു ബീറ്റാഡിനോ അല്ലെങ്കിൽ ഒരു മുപ്പിറോസിൻ, ബാക്ടോ അല്ലെങ്കിൽ പൊള്ളലിൻ്റെ ഒരു സിൽവറെക്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്രീം എപ്പോഴും. കാര്യം പൊള്ളി കഴിഞ്ഞാൽ ദയവ് ചെയ്ത് പേസ്റ്റും കാര്യങ്ങളൊന്നും എടുത്ത് പണ്ടത്തെ പോലെ തേക്കരുത്. അതൊക്കെ ഇൻഫെക്റ്റഡ് ആവും, ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ആവും. ഒരിക്കലും അതൊന്നും ചെയ്യരുത്. പെട്ടെന്ന് തന്നെ ഈ പൊള്ളലിൻ്റെ ക്രീമാണ് പുരട്ടേണ്ടത്. അത് എപ്പോഴും നമ്മളെ വീട്ടിൽ സൂക്ഷിക്കണം. അതുപോലെ മുറിവിൻ്റെ ബീറ്റാഡിൻ പോലെയുള്ള സംഭവങ്ങളും ഇതുപോലെ നമുക്ക് വീട്ടിലുണ്ടാവണം. പഞ്ഞി അതുപോലെ ഉണ്ട്, റോളർ ബാൻഡേജോ മൈക്രോ പേപ്പർ പ്ലാസ്റ്ററോ ഇങ്ങനെയൊക്കെയുള്ള ബാൻഡേഡ്, ഇത്രയും സംഭവങ്ങൾ ഒരു വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡിൻ്റെ ടാബ്ലറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇനി അടുത്ത് പറയാനുള്ള സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരുടെ കാര്യം. എല്ലാ വീട്ടിലും ഉണ്ടാവും കണ്ടിന്യൂസ്. കാര്യം ഇപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്തവരൊക്കെ നമുക്ക് തെരഞ്ഞു പിടിക്കേണ്ടി വരും. കാര്യം ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഇപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഗുളിക കഴിക്കുന്നവരും ഉണ്ടാവും, ഇഞ്ചക്ഷൻ എടുക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രാവശ്യം ഡോക്ടറെ ചെന്ന് കണ്ട് ഈ ഷുഗറിൻ്റെ ആണെങ്കിലും പ്രഷറിൻ്റെ ആണെങ്കിലും കൊളസ്ട്രോളിൻ്റെ ആണെങ്കിലും ഗുളിക മേടിച്ചു നിങ്ങൾ. പക്ഷെ തീർച്ചയായിട്ടും ആ ഡോക്ടർ റിവ്യൂവിന് ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും. അടുത്ത നാൾ കഴിച്ചിട്ട് നിങ്ങൾ ഈ അടുത്ത് വരണം എന്ന് എഴുതിയിട്ടുണ്ടാവും മസ്റ്റായിട്ട്. പക്ഷെ ആരും പോവില്ല. കാലങ്ങളോളം ഈ ഗുളിക മേടിച്ച് അങ്ങ് കഴിക്കും. അതുപോലെ ഒരു ദോഷം വേറൊന്നുമില്ല. നിങ്ങളുടെ ഈ അസുഖം മാറാത്തതിൻ്റെ പ്രധാന കാരണം അതാണ്. സംഭവം ശരിയാണ്. ഇപ്പം ഡയബറ്റിക് വന്നാലും പ്രഷർ വന്നാലും കൊളസ്ട്രോൾ വന്നാലും ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് പോവില്ല. അതായത് പഴയ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തില്ല. പക്ഷെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. എപ്പോഴും സ്റ്റിൽ അതിൻ്റെ ഒരു മിനിമം ലെവലിലേക്ക് നമുക്ക് മാക്സിമം കടന്നു പോവാതെ, അതായത് ബോർഡർ ലൈനിൽ കൊണ്ട് ചെന്ന് എത്തിക്കാൻ നമുക്ക് പറ്റും, തീർച്ചയായിട്ടും പറ്റും. പക്ഷെ ആരും അത് ചെയ്യാത്ത കാരണം വെച്ചാൽ ഈ ഗുളികയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും ടെസ്റ്റ് ചെയ്യില്ല, രണ്ടാമത് റിവ്യൂവിന് പോകില്ല, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കില്ല. നിങ്ങളുടെ വിചാരം ഇപ്പോഴും എനിക്ക് ഷുഗർ ഉണ്ട്, ഞാൻ ഈ ഷുഗറിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണം, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, ഈ ഒരു ചിന്തയിൽ അങ്ങ് പോവാണ്. ഇത് വേറെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ പോവുക. അപ്പം നിങ്ങൾക്ക് അപ്പോൾ കൊണ്ടുവന്ന് എഴുതിയ ആ ഒരു സ്റ്റേജിലുള്ള ഷുഗർ ലെവൽ ആയിരിക്കില്ല നിങ്ങൾ ആ ഗുളിക കഴിച്ച് തുടങ്ങി 1 മാസം 2 മാസം ആവുമ്പോൾ. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾ എന്തിനും ഈ ഗുളിക കഴിച്ച് പോകണം. ചിലപ്പോൾ ഈ ഗുളികയ്ക്കാളും പവർ കുറഞ്ഞ ഗ്രാമ് കുറഞ്ഞ ഗുളിക കഴിച്ചാൽ മതിയായിരിക്കും. ഈ ഗുളിക ഇത്രയും ഗുളിക ഈ ഒരു ഷുഗർ ലെവലിന് ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് അത് ദോഷമല്ലേ?
ഇത് ഷുഗറിൻ്റെ കാര്യമല്ല, പ്രഷറിൻ്റെ ആണെങ്കിലും കൊളസ്ട്രോളിൻ്റെ ആണെങ്കിലും എല്ലാവരും ഇതാണ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ അത് മാറ്റുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.